സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മ നമുക്ക് നൽകിയ ദൈവത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ സ്തുതിക്കാം. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ടല്ല കണക്കുന്നത്. സാധാരണ നമ്മളൊരു 4 പേര് 5 പേര് വന്ന് പ്രാർത്ഥിക്കാനിരിക്കും, അത് കൂട്ടായ്മ എന്ന് പറയും. അതല്ല കൂട്ടായ്മ. കൂട്ടായ്മ എന്നതിൻ്റെ മലയാളം ഡിക്ഷണറി അല്ലെ ഫെലോഷിപ്പിൻ്റെ ഡിക്ഷണറി മീനിങ് നോക്കിക്കഴിഞ്ഞാൽ പൊതു താല്പര്യമുള്ളവരുടെ സംഘാംഗത്വം. പൊതു താല്പര്യമുള്ളവരുടെ സംഘാംഗത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടീം മെമ്പർഷിപ്പ് എന്ന് അങ്ങനെ എന്താ പറയുക. അപ്പോൾ ക്രിസ്തു നമുക്ക് പ്രോമിസ് തന്നത്, യേശു ക്രിസ്തു നമുക്ക് പ്രോമിസ് തന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവിടെ മധ്യത്തിൽ ഞാനുണ്ടാകുമെന്നാണ്. അതാണ് കൂട്ടായ്മ. അപ്പോൾ അവിടെ കർത്താവിൻ്റെ താല്പര്യം, പൊതു താല്പര്യം മാറുകയില്ല, അവൻ്റെ പർപ്പസ് മാറുകയില്ല. അപ്പോൾ ആ പർപ്പസിനോട് ചേർന്ന് വരുന്നവരുടെ കൂട്ടത്തിലാണ് 2-3 പേരുണ്ടെങ്കിലും കർത്താവ് അവരുടെ മധ്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായിട്ട് വാഴും. ഇവിടെയാണ് ക്രിസ്ത്യൻഡത്തിൽ ആകെ തകർന്ന് ഉടഞ്ഞു കിടക്കുന്നത്. അവരുമായിട്ട് പർപ്പസിൽ ഒന്നാകുന്നില്ല, പൊതു താല്പര്യം ഒന്നാകുന്നില്ല. അവൻ്റെ താല്പര്യം നാം എല്ലാവരും നമ്മൾ ഈ ദിവസങ്ങളിൽ കൊളസ്യലേഖനത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അവന് ഏതു മനുഷ്യനെയും അവനെ തികഞ്ഞവനാക്കേണ്ടതിന് ഉള്ള പണിയാണ് നടക്കുന്നത്. അതിനോട് ചേർന്നാണ് ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്നതെങ്കിൽ, അതിനോട് ചേർന്നാണ് കേൾക്കുന്നവർ ആ താല്പര്യത്തിലാണെങ്കിൽ പൊതു താല്പര്യം ഒന്നായി. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ 4 പേര് 5 പേര് 10 പേരോ അല്ലെങ്കിൽ 100 പേര് ഇരിക്കുമ്പോൾ ഈ 10 പേരിൽ പൊതു താല്പര്യം ഒന്നാണെങ്കിൽ മാത്രമേ ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ അവിടെ ഉണ്ടാകുകയുള്ളൂ. ഒരാൾ പോലും മാറിയാൽ ആ ബോഡി ഡിഫൈൽഡായി. സോ ബോഡിയാണ് അവിടെ തലയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ. അതാണ് പൗലോസ് നമ്മൾ ആക്ട്സ് ചാപ്റ്റർ 20 വായിക്കുമ്പോൾ അവിടെ അനേക വിളക്കുകളുണ്ടായിരുന്നു അല്ലേ. ഒരു വിളക്ക് മാത്രം കത്താതിരിക്കുകയാണ്. ആരാ? യൂത്തിക്കോസ് ഉറക്കം തൂങ്ങിയിരിക്കുക. പൗലോസ് വലിയ തീഷ്ണതയോടെ പ്രസംഗിക്കുക, ഇനിമേൽ താൻ അവർ കാണില്ല. അപ്പോൾ ആർക്കും ഉറക്കം വരുന്നില്ല. ഇനിമേൽ തന്നെ കാണുകയില്ലെന്ന് പറഞ്ഞ് ഇത്ര ദീർഘമായ വേലകൾ ചെയ്തിട്ട് എഫേസ്യസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പറയുമ്പോൾ പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ചാപ്റ്റർ 20. ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എല്ലാവരും ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ ഒരാൾ ഇന്ന് വല്ല സുഖമായിട്ട് ഉറക്കാം. ഇപ്പം ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ പറയുന്നതല്ല കേട്ടോ. കാര്യം അവൻ്റെ വിളക്ക് കത്തുന്നില്ല, അവന് ഈ ഒരു വിഷയത്തിൽ താല്പര്യമില്ല, അവൻ്റെ വിഷയം വേറെ പലതാണ്. അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. എന്നിലും അവൻ സംഭവിച്ചെന്തായിരുന്നു? അവൻ അവിടുന്ന് വരണ്ട് താഴെ വീണു. പക്ഷെ കർത്താവ് വിട്ട് കളഞ്ഞില്ല. പൗലോസിനെ ഓർത്തുകൊണ്ട്, ആ സഭയെ കൂട്ടായ്മയെ ഓർത്തുകൊണ്ട് അവന് വീണ്ടും ജീവൻ നൽകി. ശരീരത്തിൽ അങ്ങനെ ജീവൻ കിട്ടും, പക്ഷേ ആത്മാവിൽ ജീവൻ എന്ന് പറയുന്നതിന് കണ്ടീഷൻസ് ഉണ്ട്. പൊതു താല്പര്യം ഒന്നാകണം. ക്രിസ്തുവും നമ്മളുമായിട്ടുള്ള പൊതു താല്പര്യം ഒന്നാകുമ്പോൾ മാത്രമേ അവനുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാവുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ കഴിയാവുന്ന ശ്രമിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ ലേഖനങ്ങളെ ആസ്പദമാക്കിയിട്ട്, എഫേസ്യ ലേഖനം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കുമ്പോൾ കൊളോസ്യ ലേഖനം മുഴുവൻ തലയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഡീറ്റെയിലാണ്. അത് നമ്മൾ 1 അദ്ദേഹത്തിൻ്റെ വേഴ്സ് 14 തുടങ്ങി നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബൈഹാർട്ടായിട്ട് നമ്മൾ പഠിച്ച വാക്യങ്ങളാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരം സകലത്തെ അവൻ മുഖാന്തരം സൃഷ്ടിച്ചു, അവൻ മുഖാന്തരം അവനായിക്കൊണ്ട് സൃഷ്ടിച്ചു. അവൻ ശേബ എന്ന ശരീരത്തിന് തലയുമാകുന്നു. മരിച്ചവർ താൻ മുമ്പിനാകേണ്ടതിന് സാലത്തിന് മുമ്പേ ഉയർത്തെഴുന്നേറ്റവനാണ്. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ തലയുടെ ക്വാളിറ്റി എന്താണ്, തലയുടെ അധികാരം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടാണ് 2nd ചാപ്റ്ററിൽ നമ്മൾ 1st ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശരീരത്തിന് വേണ്ടി നമ്മൾ ശുശ്രൂഷകന്മാരുടെ ഡ്യൂട്ടി ആയിരുന്നു വേഴ്സ് 24 നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ചർച്ചിനെ പെർഫെക്ഷനിൽ നിർത്താൻ, കൂട്ടായ്മ, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ പെർഫെക്ഷനിൽ നിർത്താൻ. അങ്ങനെയാണെങ്കിൽ യൂത്തിക്കോസുമാർക്ക് പറ്റില്ല. അപ്പോൾ യൂത്തിക്കോസുമാർ ഉറക്കം തൂങ്ങുക എന്ത് ചെയ്യുന്നു? തട്ടി ഉണർത്തണം. ആത്മാവിൽ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ അവരൊന്ന് തട്ടി ഉണർത്തണം. കാരണം കൂട്ടായ്മ പെർഫെക്റ്റായിട്ട് നിൽക്കണം. കൂട്ടായ്മ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ പൊതു താല്പര്യം ഒന്നാകണം.
ഈ പൊതു താല്പര്യം ഒന്നാകാൻ വേണ്ടിയാണ് വേഴ്സ് 28 പറയുന്നത്. അവ 24, 25 നമ്മൾ പഠിച്ച് 26, 27 പറയുന്നത് ആ മർമ്മം പൂർവ്വകാലങ്ങളിലും തലമുറകൾക്ക് മറഞ്ഞിരുന്ന ഒരു മർമ്മമാണെങ്കിലും ഇപ്പോൾ അത് അവന്റെ വിശുദ്ധ ശുശ്രൂഷകന്മാർക്ക് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് അത് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമല്ല, പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഏത് ദൈവ മക്കൾക്കും അത് വെളിപ്പാടുണ്ടാവും. വെളിപ്പാട് എന്താ? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു, ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് വിത്തിൻ അസ്. അവിടെ ഇതിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ദ മിസ്റ്ററി അമംഗ് ദ ജെന്റൈൽസ് വിച്ച് ഈസ് ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. നമ്മുടെ ആ മഹത്വത്തിന്റെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ ഉടമസ്ഥൻ ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മളിൽ എത്രമാത്രമുണ്ട്, ഈ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മ പെർഫെക്റ്റ് ആകും. കൂട്ടായ്മയിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും പേഴ്സണലായിട്ട് ആരെങ്കിലും ആ കൂട്ടായ്മ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ സോളിന് മനസ്സിലാവും. മനസാക്ഷി വെള്ളത്തിൽ നിന്ന് ഒരു മീനെ പിടിച്ച് വെളിയിലിട്ട് അത് എങ്ങനെ കിടന്ന് പിടയ്ക്കുമോ അതുപോലെ മനസാക്ഷി ഡിസ്റ്റർബ്ഡ് ആവും. ഉടനെ വേറൊന്നും ചിന്തിക്കേണ്ട, കർത്താവേ എവിടെയാണ് ഡിസ്റ്റർബൻസിന് കാരണം, അതിന്റെ കോസ് എന്താണെന്ന് സ്വയമായിട്ട് കണ്ടുപിടിച്ച് അതിന് പെർഫെക്റ്റ് ആക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പെർഫെക്റ്റ് ആക്കുക. ഒരേ ഒരു വഴിയുള്ള ക്രിസ്തുവിലാകുക. ക്ഷമ ചോദിച്ചുകൊണ്ട് ഒന്നൊരു കാര്യമില്ല, ഞാൻ ക്രിസ്തുവിൽ വസിച്ചോളാം. ക്രിസ്തുവിൽ വസിച്ചല്ലാതെ ഇതിൽ ജീവനില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാത്ത ജീവനില്ല, ഫലം കായ്ക്കാൻ പറ്റില്ല. അതുപോലെ ക്രിസ്തുവിൽ വസിച്ചല്ലാതെ ജീവനില്ല. അപ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ എന്ന് പറയുമ്പോൾ വാക്യം കേൾക്കാനും പറയാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കണമെങ്കിൽ കുറച്ച് വില കൊടുക്കണം. ഇവിടെയാണ് വിശ്വാസികൾ ഫെയിലാകുന്നത്. വിശ്വാസികൾ മാത്രമല്ല, ശുശ്രൂഷകന്മാരെല്ലാവരും ഫെയിലാകുന്നത് ഇവിടെയാണ്. ക്രിസ്തുവിൽ വസിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് ചുറ്റും ടെംപ്ടേഷൻസ് വേണ്ടത്രയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 3 സോഴ്സുകളിൽ നിന്നുള്ള ടെംപ്ടേഷൻ വരുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു കൺട്രോളില്ല. നമുക്കതിന് നിയന്ത്രിക്കാൻ സാധ്യമല്ല. അത് വന്നുകൊണ്ടേയിരിക്കും. കർത്താവ് അനുസരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അത് വന്നു കഴിയുമ്പോൾ എങ്ങനെ നാം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, അതിനെ കെട്ടിപ്പിടിക്കുന്നു, അതിനെ റിജക്റ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ഒക്കെയും തന്നെ നമുക്ക് ഫ്രീ ഓഫറായിട്ടുണ്ട്. മെറ്റീരിയലായ കാര്യങ്ങളും സ്പിരിച്വലായ കാര്യങ്ങളും നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി എടുക്കുവാൻ ആവശ്യമായിട്ടുള്ള സകലതും ഫ്രീ ഓഫറാണ്. നമ്മൾ എടുക്കുന്ന ശ്വാസം തുടങ്ങി നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം തന്നെ അളവ് കൂടാതെ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അളന്നാണ് ശ്വസിക്കുന്നത്, അളന്നാണ് വെള്ളം കുടിക്കുന്നത്, അളന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇഷ്ടംപോലെ പ്രൊവിഷൻസ് ഫ്രീ ഓഫറാണ്. എന്തിനാണെന്നറിയാമോ? ഇതെല്ലാം ഒരൊറ്റ ഫോക്കസിലേക്കാണ്, ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ഇവിടെയാണ് ശുശ്രൂഷകന്മാര് നിങ്ങളുടെ ഭാരം വഹിക്കണമോ ഭാരം വഹിക്കാൻ, മരണം വഹിക്കണമോ മരണം വഹിക്കുവാൻ, പാപത്തിന്റെ ശിക്ഷ വഹിക്കണം, വഹിക്കേണ്ടി വരും. പക്ഷേ അവർക്കൊരു കൂട്ടായ്മയുണ്ട്, പിതാവ് ദൈവത്തോടും അതിന്റെ പുത്രനായ യേശു ക്രിസ്തുവോടും. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വഹിക്കുന്നത്, ഓർക്കണം. പക്ഷേ അത് പാസ്റ്റങ്ങ് വഹിച്ചോളെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അടുത്ത ആഴ്ച പഠിക്കുന്ന വാക്യമാണത്. ഏതൊരു മനുഷ്യനെയും, വിദ്യാഭ്യാസമുള്ളവനായാലും ഇല്ലാത്തവനായാലും, വായിക്കാൻ അറിയുള്ളവനായാലും അറിയാത്തവനായാലും, ഒരു ഭാഷയും അറിയാത്തവനാണെങ്കിൽ അവനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. കാഹളം കേൾക്കുകയോ അവൻ ശരീരത്തിൽ വേർപെടുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ തികവുള്ളവനായി തീരണം. ഇതാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ടാസ്ക്. ഈ കൊളോസ്യ ലേഖനം, എഫേസ്യ ലേഖനം നമ്മൾ ആസ്പദമാക്കി ശരീരവുമായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ ഇപ്പോൾ ഇത് 60th ക്ലാസ്സാണ്, 60ാമത്തെ ക്ലാസ്സാണ്. ഫൗണ്ടേഷൻ ലേ ചെയ്യുന്നേ ഉള്ളൂ. ആ ഫൗണ്ടേഷൻ ലേ ചെയ്യുന്നതിൻ്റെ ബേസിക് കാര്യങ്ങൾ വന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തന്നു, ശരീരത്തിൻ്റെ ഫങ്ഷൻസും വെളിപ്പെടുത്തി. ഇനി പണി തുടങ്ങാൻ പോവുക. എഫേസ്യനായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചെന്തായിരുന്നു? നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകം, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തുമേ പണിതുകൊണ്ടിരിക്കുന്നു, മൂലക്കല്ല് ക്രിസ്തുമേ പിടിച്ചിട്ട്. ഇത് നടക്കണം. ഇത് നടക്കുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മുടെ സെൽഫിൻ്റെ ഡിസയേഴ്സ് വെളിപ്പെട്ട് കിട്ടും. ഈ കല്ലിനെ കുറച്ചൊന്ന് അങ്ങോട്ടും തട്ടി ഒന്ന് നേരേക്ക് ഒരു അലൈൻമെന്റ് ശരിയാക്കാനായിട്ട് തൂക്കുകെട്ട് പിടിക്കുന്ന എങ്ങനെയാ?
ഒരു ചെറിയ ട്രയലുണ്ട്. ഞാൻ ആരെയും ട്രയൽ കൊണ്ടിടില്ല കേട്ടോ, കർത്താവാണ് ഇടുന്നത്, പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഒരു ട്രയൽ മുമ്പിട്ട് കൊണ്ടുപോയിട്ട്, ഒരു ടെംപ്ടേഷൻ മുമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് നോക്കും ക്രിസ്തുവിലാണോ ചാരുന്നത്, അല്ല ഈ മൂന്ന് ശക്തികൾ, ജഡത്തിൽ, ലോകത്തിൽ, ദുഷ്ടാത്മ ലോകത്തിൽ, ഇതിലേക്കാണോ ചായ്വ് അല്ലയോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നല്ലവണ്ണം നോക്കും. നോക്കിയിട്ട് ശുശ്രൂഷകന്മാർക്ക് ദൈവവചനത്തിൽ കൂടെയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് തന്നെ നേരിട്ട പാട്ടിൽ കൂടെയൊക്കെ തന്നെ മനസ്സിലാക്കി കൊടുക്കും. നോക്കെ ട്രാക്ക് തെറ്റിയിരിക്കുകയാണ്, ഇടുക്കമുള്ള പാതയിലല്ല, ഞെരുക്കമുള്ള വഴിയല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇടുക്കമുള്ള വാതിന്റെ അടുത്തേക്ക് അത് ക്രിസ്തുവാണ്. അതിനടുത്തേക്ക് അടുക്കുമ്പോൾ ശത്രുവിന്റെ പോർവിളികളൊക്കെ ഉണ്ട്, അതിനൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. അതിനൊക്കെ ജയിച്ചവരാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാനാണ് അവനുമായിട്ടുള്ള റിലേഷൻസ് എന്താണെന്ന് പഠിക്കേണ്ടത്. ഇപ്പൊ ഏകദേശം കുറച്ച് മനസ്സിലായി കാണും ക്രിസ്തു ആരാണെന്ന്. വ്യക്തിപരം നമ്മൾ വചനങ്ങളിൽ കൂടെ മനസ്സിലാക്കി. ഇനി നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾ എത്രമാത്രം ഏൽപ്പിച്ചു കൊടുക്കുന്നു അതിനനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ക്രിസ്തുവിനെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്പിരിച്വലും മെറ്റീരിയലുമായ കാര്യത്തിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ബൈബിൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. എനിക്ക് ഫുൾ ഒരു ഐഡിയ അല്ല, ഒരു തിയറി അല്ല, ഒരു ഇമാജിനേഷൻ അല്ല ഞാൻ പറയുന്നത്, ഒരു ഫിലോസഫി അല്ല പറയുന്നത്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. നിങ്ങൾ എല്ലാവരും തന്നെ പാപം വിട്ടൊഴിഞ്ഞത് അങ്ങനെയാണ്. യേശു എന്ന പേരിന്റെ അർത്ഥം, എന്ന ഓഫീസിന്റെ അർത്ഥം തന്നെ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നിങ്ങളെ പാപത്തിൽ നിന്ന് നിങ്ങളിൽ വസിക്കുന്ന യേശു രക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങളെ പാപത്തിൽ നിന്ന് നിങ്ങളിൽ വസിക്കുന്നതായ യേശു രക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ ആ യേശുവിന് സാധ്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? If the Jesus, the Christ, the Spirit of Christ living in you is not able to save you from the sin, he cannot save you from hell. ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു? ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ അല്ലാത്തവര്, മനസ്സിലാകാത്തവര് എനിക്ക് കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ആൻസർ തരാം. എല്ലാവരും കേൾക്കത്തക്ക വേണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന യേശു, നിങ്ങൾ ഈ സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തു യേശു തന്നെ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനല്ല എങ്കിൽ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ അവൻ സാധ്യമല്ല. ആ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ, നിങ്ങളെ പാപത്തിൽ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം അവൻ്റെതല്ല. നിങ്ങളുടെ സെൽഫിന്റെ ഡിസയർ എവിടെയോ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അത് വ്യക്തമായിട്ട് വചനങ്ങളിൽ കൂടി, പ്രസംഗങ്ങളിൽ കൂടി, ക്ലാസ്സുകളിൽ കൂടി, ദൈവവചനത്തിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ വ്യക്തമായിട്ട് അത് വെളിപ്പെടുത്തി തരും. സ്റ്റിൽ ഇഫ് യു ആർ ഹോൾഡിംഗ് ദാറ്റ് വൺ, he cannot save you from sin. Ultimately he cannot save you from the hellfire. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ആയിരിക്കും, ക്രിസ്തു ആയിരിക്കില്ല, ശുശ്രൂഷകന്മാരായിരിക്കില്ല. ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു? നിങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ശരീരത്തിൽ, ശുശ്രൂഷകരുടെ ശരീരത്തിൽ പൂരിപ്പിച്ച് നിങ്ങളെ നിർത്തുമ്പോൾ എന്തിനാണെന്നറിയാമോ? നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കണം, ടെംപ്ടേഷൻസിൽ നിന്ന് രക്ഷിക്കണം, വീഴാതെ വണ്ണം സൂക്ഷിക്കണം. ഇതെല്ലാം ക്രിസ്തുവിനോട് ചേർന്ന ശുശ്രൂഷന്മാരുടെ ഉത്തരവാദിത്തമാണ്. ആളെ കൂട്ടുന്നതുകൊണ്ട് കാര്യമില്ല. ഏതൊരുവനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. കാരണം ആ മർമ്മം പൂർവ്വകാലങ്ങളിൽ തലമുറകളിലൊക്കെ മറവായിരുന്നു. അബ്രാഹാമിന്, ഇസ്ഹാക്കിന്, യാക്കോബിനോ മോശയ്ക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ പുതിയ നിയമവിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിലെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെയാണ് വസിക്കുന്നത്. മോർ സ്പെസിഫിക്കലി ഇൻ അവർ ഹ്യൂമൻ സ്പിരിറ്റ്. അവിടെ വസിച്ചുകൊണ്ട് താൻ തരുന്നതായ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഈ മൂന്ന് ശത്രുക്കളും, നമ്മുടെ ജഡം, നമ്മുടെ ഫ്ലഷ്, ജഡം എന്ന് പറയുന്നത് ഫ്ലഷ് എന്ന് പറയുന്നത് the human nature without the Holy Spirit. അതാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്നത്. ഫ്ലഷിനെ കുറിച്ച് അധികം ഭാരപ്പെടേണ്ട വിഷയമൊന്നുമില്ല. എപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. That means we are not obedient to the Spirit of God. The human nature without the Holy Spirit is the flesh. അപ്പോൾ ഫ്ലഷിന്റെ താല്പര്യങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, ജഡത്തിന്റെ സേറ്റാനിക് കിങ്ഡത്തിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തു,
അതിന് നിങ്ങൾ വിധേയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ആ ക്രിസ്തുവിന് സാധ്യമല്ല. അതിന് ഉത്തരവാദിത്വം നാം പേഴ്സണൽ ഓരോരുത്തരായിരിക്കും. ശുശ്രൂഷകന്മാരെയോ മറ്റുള്ളവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പേഴ്സണലി. കാരണം വിധിക്കുന്നത് ഓരോരുത്തരെയാണ്, ഒരു കൂട്ടായ്മയല്ല വിധിക്കുന്നത്. അതിന് സ്ട്രോങ് റെക്കോർഡ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പാപത്തിൽ തെറ്റിക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട്? ക്രിസ്തു തരുന്ന സ്ട്രോങ് ഇൻഫ്ലുവൻസ്. ഈ 3 സോഴ്സിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിനേക്കാളും കമ്പയർ പോലും ചെയ്യാൻ പറ്റാതെ വേണം ഗ്രേറ്റസ്റ്റ് ആയിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ക്രിസ്തുവിന്റെ ആത്മാവ് നമുക്ക് ആവശ്യാനുസരണം തരുന്നത്. എപ്പോഴും ഓവർകം ചെയ്യുവാനുള്ള ഇൻഫ്ലുവൻസ് ആണ് തരുന്നത്. പക്ഷെ ആ ഇൻഫ്ലുവൻസിന് നാം പലപ്പോഴും വിധേയപ്പെടാറില്ല. പലപ്പോഴും സംശയമാണ്, പലപ്പോഴും ഭയമാണ്. പല വ്യാജ ഉപദേശങ്ങൾ കേട്ടൊക്കെ തലമണ്ടിൽ ഇരിക്കുമ്പോൾ ശത്രു അതെടുത്തിട്ട് ഉപയോഗിക്കാൻ നോക്കും. അവിടെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി നിങ്ങൾ പോകേണ്ട പാതാളത്തിൽ നിങ്ങൾക്ക് പകരം പോയി മരണം അനുഭവിച്ച് നിങ്ങളെ രക്ഷിക്കാൻ തക്കവണ്ണം ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാനായ ദൈവമാണ് നിങ്ങളുടെ സ്നേഹിതൻ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നവൻ. അവനെ ഉയർത്തെന്നിട്ട് അവനുമായിട്ടാണ് നിങ്ങളുടെ കൂട്ടായ്മ. അവൻ മറ്റേത് ഇൻഫ്ലുവൻസിനേക്കാളും ഗ്രേറ്റസ്റ്റ് ആണ്. ഒറ്റ കാര്യമുള്ളൂ, അതിന് ആ ഇൻഫ്ലുവൻസിന് വിധേയപ്പെടുക. ഞാൻ എത്രയോ പ്രാവശ്യങ്ങൾ അനുഭവിക്കുന്നു ഡേ ബൈ ഡേ ലൈഫിൽ. സ്പിരിച്വലായാലും മെറ്റീരിയലായാലും ഡേ ബൈ ഡേ ലൈഫിൽ അത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ക്യാൻ ബി. അപ്പോൾ നിങ്ങളെ അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കണമെങ്കിൽ ഈ നാം വിളിച്ചു വരുത്തിയ, നാം ക്ഷണിച്ചു വരുത്തിയ നമ്മുടെ കർത്താവായി, നമ്മുടെ സ്വന്തം കർത്താവായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ സ്വീകരിച്ച ക്രിസ്തുവിന് നമ്മെ കൂടാതെ നമ്മെ രക്ഷിപ്പാൻ സാധ്യമല്ല. നമ്മളൊരു മെഷീൻ അല്ല, ഒരു ഫിസിക്കൽ ലോ അല്ല. ഡിവൈൻ ഗവൺമെന്റ് ലോ എന്ന് പറയുന്നത് മോറൽ ലോ ആണ്. മോറൽ ലോയിലെ ഇൻഫ്ലുവൻസ് തരാനല്ലാതെ ഫിസിക്കൽ ആക്ഷൻ ഇല്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അനേക വിശ്വാസികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കർത്താവ് എല്ലാം ചെയ്തെടുത്തുകൊണ്ട് നോ, he can give the influence only. even satanic kingdom നിങ്ങളുടെ സോളിലേക്ക് ഇൻഫ്ലുവൻസ് തരാൻ പറ്റുള്ളൂ. ആ ഇൻഫ്ലുവൻസ് തരാൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. ഈ ഗ്രോത്തിൽ എവിടെയെങ്കിലും ഇടയ്ക്ക് ഡീവിയേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്റെ വിശ്വാസം പെർഫെക്റ്റ് അല്ല എന്ന് ഒരു പ്രവാചകൻ തലയിൽ വെച്ച് പറയണ്ട. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് എടുത്തു നോക്ക്. നിങ്ങളുടെ ഹൃദയം അതിനെ റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ, അതിനോട് ഒപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഭരിക്കുന്നത് ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ആണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുവന്ന് നോക്ക്. നിങ്ങൾ അതിനെ എതിർക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ആണ്. കാസ്റ്റ് ഔട്ട്. നിങ്ങളുടെ രക്ഷിതാവാണ്, അവനേക്കാൾ വലിയൊരുവരല്ല. സർവ മഹത്വത്തിലും റെവലേഷൻ ചാപ്റ്റർ 5 പറയുന്നത്, സ്തോത്ര കർത്താവേ, നീ അറുക്കപ്പെട്ട് സകല ജാതികളും വംശങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് നീ പിതാവായ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നത് മഹത്വത്തിനും സ്തോത്രത്തിനും ധനത്തിനും ശക്തിക്കും ബലത്തിനും യോഗ്യരെന്ന് പറഞ്ഞുകൊണ്ട് 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ താഴെയിടുകയാണ്. ആ കുഞ്ഞാടിനെയാണ്, ആ മഹത്വം, അവനാണ് മനുഷ്യപുത്രൻ. ദാനിയേൽ പ്രവചിച്ചതായ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളോട് കൂടെ വരുന്നത്. 110 സംഗീതത്തിൽ ദാവീദ് പ്രസംഗിച്ചത് മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നവൻ. അവനെയാണ് സ്തെഫാനോസ് കാണുന്നത്. സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ മഹിമയുടെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അത് തന്നെയാണ് യേശു മഹാപുരോഹിതൻ കയ്യാഫിന്റെ മുമ്പിൽ പറഞ്ഞത്. യെസ് യാഹ്വേ, ഐ ആം. മനുഷ്യപുത്രൻ വാനമേഘങ്ങളോട് വരുന്നതും മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നതും നിങ്ങൾ കാണും. അവനെയാ നാം കർത്താവായി സ്വീകരിച്ചിരിക്കുന്നത്. അവനെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഹൃദയം അതിന് ഒപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്പിരിറ്റ്, ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ആണ്. കാസ്റ്റ് ഇറ്റ് ഔട്ട്, കാസ്റ്റ് ഔട്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി നിങ്ങളെ ന്യായം വിധിക്കുവാനവനാണ് ക്രിസ്തു. ഇതിന് സോഴ്സ്, ഡിഫറെന്റ് സോഴ്സുകളുണ്ട്. പക്ഷേ അതിന് നമുക്ക് നിയന്ത്രണമില്ല. നമ്മുടെ മൈൻഡിലേക്ക്, നമ്മുടെ ഇന്റലക്റ്റിലേക്ക് അത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ക്രിസ്തുവിനെ കുറിച്ച് ദൂഷണം കടന്നു വരുമ്പോൾ
ദുഷ്ടാത്മാവാണ്. No, my Lord is my Savior. He is my atonement. There is none in the creation. There is none who can atone for me. I worship him because of that. ക്രിസ്തുവിനെ ഞാൻ വർഷിപ്പ് ചെയ്ത് ആരാധിക്കുന്നത് അവൻ എൻ്റെ പ്രായശ്ചിത്തമാണ്. ഒരു സൃഷ്ടിക്ക് നൽകാൻ പറ്റാത്ത കാര്യമാണത്. ഒരേ ഒരുവന് മാത്രമേ ഉള്ളൂ യോഗ്യൻ. ഒരേ ഒരുവന് മാത്രമേ യോഗ്യമുള്ളൂ. അതാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ 24 മൂപ്പന്മാരും 4 ജീവികളും അത്യുച്ചത്തിൽ ആർക്കുന്നത്. നീ അറുക്കപ്പെട്ട് സകല ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളിൽ നിന്ന് നിന്റെ പിതാവായ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വിലക്കി വാങ്ങി. ഹല്ലേലൂയ. ഈ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടോ? നാം ക്രിസ്തുവിലാണ്. അപ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ വളർന്നു വരാം. അപ്പോൾ നമ്മൾ ഈ ചർച്ചിൻ്റെയും ക്രിസ്തുമായിട്ടുള്ള റിലേഷൻ്റെ ഫൗണ്ടേഷൻസ് ഇട്ടതിന് ശേഷം ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മെ നിങ്ങൾ സ്വീകരിച്ചതായ ക്രിസ്തു നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ലെങ്കിൽ ആ ക്രിസ്തുവിനെ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ സാധ്യമല്ല. ആ പാപത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഫിസിക്കൽ ആക്ഷൻ കൊണ്ട് സാധ്യമല്ല. നിങ്ങളുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അതാണ് നിങ്ങൾ പുതിയ നിയമത്തിന്റെ ഉടമ്പടി. പുതിയ നിയമത്തിന്റെ ഉടമ്പടി ആ രക്തം, അവന്റെ പേഴ്സണൽ രക്തമാണ് ആ ഉടമ്പടിയെ സീൽ ചെയ്തിരിക്കുന്നത്. യു കനോട്ട് ഗോ അവേ. അതിന്ന് പിന്മാറാൻ സാധ്യമല്ല. ആ രക്ഷിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണി കൃപയുടെ ആത്മാവിനെ ദുഃഖിപ്പിച്ച് നിങ്ങൾക്ക് പിന്മാറാൻ സാധ്യമല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ വലിയ കഷ്ടതയാണ്. ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ തന്നെ സന്തോഷത്തോടുകൂടെ കർത്താവേ, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നീ എൻ്റെ പകരക്കാരനായി ചുറ്റുവരുമല്ലോ. നീ എന്നെ നടത്താൻ മതിയായവനാണ്. ഞാൻ തീർത്തും ബലഹീനനാണ്. ഞാൻ തീർത്തും അയോഗ്യനാണ്. നിന്നെ കൂടാതെ എന്നിലുള്ള സ്പിരിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിന്നെ കൂടാതെ എന്നിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഡിവൈൻ അല്ല. നമ്മൾ കൊളോസ്യത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? സെക്കൻഡ് പീറ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകേണ്ട സീക്വൻസ് ആണ് പറഞ്ഞത്. ബൈ എക്സ്പീരിയൻസ് ഫെയ്ത്ത് ദാറ്റ് വിൽ ഡെവലപ്പ് വിർച്യു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ എനർജി. അവിടെ തന്നെ കിടക്കാണ് മിക്കവാറും വിശ്വാസികൾ. കാരണം വിശ്വാസം പെർഫെക്റ്റ് അല്ല. ക്രിസ്തുവിനല്ല ആശ്രയിക്കുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള നോളേജില. അങ്ങനത്തെ ദൈവദാസന്മാരെ പ്രസംഗിക്കാതിരുന്നത് ഏറ്റവും നല്ലത്. പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു തിയറി പ്രസംഗിക്കാതിരിക്കുന്നത് നല്ലത്. തിയറിക്ക് രക്ഷിക്കാൻ സാധ്യമല്ല, ഉപദേശത്തിന് രക്ഷിക്കാൻ സാധ്യമല്ല. പേഴ്സണലി ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. അതാ പറഞ്ഞ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. നിങ്ങൾ സ്വീകരിച്ച യേശുവിനെ കുറിച്ചുള്ള ചരിത്രത്തിന് നിങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല. ബൈ പേഴ്സൺ, ബട്ട് പേഴ്സൺ ക്രൈസ്റ്റ്, ക്രിസ്തു എന്ന വ്യക്തിക്ക് നിങ്ങൾ രക്ഷിക്കാൻ സാധ്യമുള്ളൂ. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് സ്ട്രോങ് ഇൻഫ്ലുവൻസ് തരണം. നിങ്ങളുടെ ജഡത്തിൽ നിന്നോ ലോകത്തിൽ നിന്നോ ദുഷ്ടാത്മ ലോകത്തിൽ നിന്നോ നിങ്ങളുടെ സോളിൽ, നിങ്ങളുടെ ഇന്റലക്റ്റിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ, അതിനോട് കറസ്പോണ്ടന്റ് ഒരു മോഹം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ, അതിനെ ബ്രേക്ക് ചെയ്യത്തക്കവണ്ണം വെരി സ്ട്രോങ് ഇൻഫ്ലുവൻസ് തരുവാൻ നിങ്ങൾ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിന് സാധിക്കും, പരിശുദ്ധാത്മാവിന് സാധിക്കും. അതിനാണ് സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അന്യഭാഷ പറയുന്നില്ലായിരിക്കാം, പ്രവചിക്കുന്നില്ലായിരിക്കാം, വിഷൻസ് കാണുന്നില്ലായിരിക്കും. പക്ഷെ ഇതാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഈ ഗ്രോത്തിലേക്ക് വരുവാനാണ്. സ്തോത്രം. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്രിസ്തുവാണ് വസിക്കുന്നെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അവൻ ചെയ്തെടുത്തോളും. നിങ്ങളുടെ തലമുറ രക്ഷിക്കുന്ന കാര്യമാണ്, മറ്റുള്ളൊരു സുവിശേഷം പറയണം, ഇതൊക്കെയും അവൻ ചെയ്തെടുക്കും. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങളുടെ സാങ്ക്ടിഫിക്കേഷൻ, നിങ്ങളുടെ സിദ്ധത മലയാളത്തിൽ പറയും. അതിനുവേണ്ടി നല്ലൊരു സമർപ്പണം, നല്ലൊരു തയ്യാറെടുപ്പ്, അരമുറുക്ക. യെസ്, ഞാനിത് അറ്റൈൻ ചെയ്യും. എൻ്റെ ഈ ലോകത്തിലെ വാസത്തിൽ, എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലൊക്കെ എനിക്ക് വേണ്ടത്ര പരിജ്ഞാനമില്ലായിരുന്നു. അതുകൊണ്ട് പലയിടത്തും സ്ലിപ്പായി പോയി, നഷ്ടപ്പെട്ടു പോയി. പക്ഷെ സ്റ്റിൽ ഐ ആം അലൈവ്. എൻ്റെ മനസ്സാക്ഷി എന്നെ കൺവിക്റ്റ് ചെയ്തത് ഞാനൊരു മനുഷ്യനാണെന്ന് എൻ്റെ മനസ്സാക്ഷി എന്നെ കൺവിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന് വേണ്ടി ഒരുവൻ പ്രായശ്ചിത്തമായി തീർന്നിട്ടുണ്ട്. അത് ക്രിസ്തുവാണ്. അവർ ഉയർത്തെന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി എനിക്ക് വേണ്ടി വാഴുന്നുണ്ട്. ഈസ് മൈ ലോർഡ്. ദെൻ
എവറിത്തിങ് വിൽ ബി ഡൺ. അതിൽ ആ റിലേഷനിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത്, ഒരു ഉപദേശത്തെ നിങ്ങൾ രക്ഷിക്കാൻ സാധ്യമല്ല, ഒരു നോഷൻസ് എത്തിക്കാൻ സാധ്യമല്ല, ഒരു തിയറിക്ക് രക്ഷിക്കാൻ സാധ്യമല്ല, ബട്ട് ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആ ക്രിസ്തു നിങ്ങളെ പാപത്തിൽ രക്ഷിക്കാൻ തക്കവണ്ണം ഇൻഫ്ലുവൻസ് തരുമ്പോൾ നിങ്ങൾ അതിനോട് ചേരുന്നില്ലെങ്കിൽ നിങ്ങളെ പാപത്തിൽ രക്ഷിക്കാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ അവന് സാധ്യമല്ല. ബട്ട് ഹി വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ, ബട്ട് പേഴ്സണലി യു വിൽ ബി റെസ്പോൺസിബിൾ. ഇത് വളരെ വളരെ ആഴത്തിൽ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. ലോർഡ് സേവ് മീ, സേവ് മീ. അപ്പം നമ്മൾ സാൽവേഷൻ എങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് പല ദിവസങ്ങൾ ചിന്തിച്ചു, പല സ്റ്റെപ്പുകൾ നമ്മൾ ചിന്തിച്ചു. ഇനിയാണ് പണി നടക്കേണ്ടത്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ പാപത്തിൽ രക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു. ഇനി ഓരോരോ റിലേഷൻ നമുക്ക് വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെയാണ് അവനെ തികഞ്ഞവനാക്കുക, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി എടുക്കുക എന്ന് പറയുന്നത്. പല പല ഉപദേശങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം, പലതും കേട്ടിട്ടുണ്ടായിരിക്കാം. ചിലതൊക്കെ കുറച്ചൊക്കെ ശരിയായിരിക്കാം. അതേ സമയത്ത് അവരെ വായിൽ കൂടെ തന്നെ ശരിയല്ലാത്ത ഒന്നും ഉണ്ടെങ്കിൽ ശത്രു അതോ പഠിക്കുക. ഇത്ര വലിയ ശുശ്രൂഷകൻ പറഞ്ഞ എങ്ങനെയാണ്, പിന്നെ ഇങ്ങോട്ട് പറയുന്നതാണ് വലിയ കാര്യം. ഒരാളെയും കോപ്പി ചെയ്യരുത്. നിങ്ങൾ നടത്തുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് എങ്ങനെയാണ് നടത്തുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അവനാണ് നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്. ശുശ്രൂഷകന്മാരെ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവർക്ക് കീഴ്പ്പെടേണ്ട ആവശ്യകത തന്നെയാണ്. പക്ഷെ അവർ ക്രിസ്തുവായിട്ട് യോഹന്നാൻ കോൺഫിഡൻസോടുകൂടെ പറയുന്നതാണ്, ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ കൂട്ടായ്മ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ പൊതു താല്പര്യം ഈ പറഞ്ഞ കാര്യങ്ങളല്ല അവനെ അറിയിക്കുന്നത്, ഞങ്ങൾ ഏതു മനുഷ്യരെയും ക്രിസ്തു തികഞ്ഞവരാക്കുക എന്നൊരു പൊതു താല്പര്യമല്ലെങ്കിൽ അവന് വസിക്കുന്ന ക്രിസ്തുവല്ല. ഇതെല്ലാം ശരിക്ക് വിവേചിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ നിങ്ങൾ ലോകത്തിൻ്റെ അവസ്ഥകളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം കാലൊച്ച കേൾക്കുകയാണ്, മണിയൊച്ച കേൾക്കുന്ന ശബ്ദം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് പോയിട്ട് തിരിച്ചു പോകുമ്പോഴും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒരു മാതളം ഒരു മണി അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ചലിക്കുന്ന സമയത്ത് ഈ മണി ശബ്ദിച്ചുകൊണ്ടിരിക്കും. അഹ്റോനിലായ മഹാപുരോഹിതനിൽ എന്തെങ്കിലും അകൃത്യമുണ്ടെങ്കിൽ മഹാപുരോഹിതൻ അവിടെ മരിച്ചു വീഴും, മണിയുടെ ശബ്ദം നിൽക്കും. നമ്മുടെ കർത്താവ് മഹാപുരോഹിത ശുശ്രൂഷയുമായിട്ടാണ് കൈപ്പടിയല്ലാത്ത വിശുദ്ധ മന്ദിരത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പാപപരിഹാര ശുശ്രൂഷ നടത്തിയിട്ട് അവൻ തിരിച്ചു വരുന്നത്, ആ ശുശ്രൂഷ സക്സസ് ആയത് തിരിച്ചു വരുന്നതിൻ്റെ മണിനാദങ്ങളാണ് നമ്മൾ ഇത് പ്രകൃതിയിൽ കാണുന്നത്. ഭൂമി കുലുക്കങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. ഹല്ലേലൂയ. അതൊക്കെ കേൾക്കുന്നതിൻ്റെ അർത്ഥം അവൻ്റെ വരവ് വളരെ അടുത്തിട്ടുണ്ട്. മണിയൊച്ച ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അവൻ്റെ പ്രായശ്ചിത്തം നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ക്വാളിഫൈഡ് ആണ്. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, കൈപ്പടിയല്ലാത്ത വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് വേണ്ടി പക്ഷപാതം സ്വീകാര്യമായിട്ടുണ്ട്. ശത്രുവിന് നമ്മൾ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അവൻ പറഞ്ഞതുപോലെ അവൻ്റെ മടങ്ങി വരവിൻ്റെ മണിയൊച്ച കേൾക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നവർക്ക് ഒരുങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അല്ലാത്തവർക്ക് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറയുന്നതാ. മണിയൊച്ച കാതിൽ കേൾക്കുന്നത് ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു 2020 തുടങ്ങി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 വർഷത്തിന് ആരും കാണാത്ത വിധത്തിലുള്ള ഭൂകമ്പം കണ്ടവരാണ്. ടർക്കി, സിറിയ ഭാഗത്ത് 100 വർഷത്തിനുള്ളിൽ കാണാത്ത മഹാമാരി നമ്മൾ കണ്ടവരാണ് COVID-19. അടുത്ത കാലത്തെങ്ങും ഉണ്ടാകാതിരുന്ന യുദ്ധശ്രുതികൾ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തെങ്ങും ഉണ്ടാകാതിരുന്ന യുദ്ധവും നടക്കാൻ പോവുകയാണ്. ഇനി ഭൂകമ്പങ്ങൾ നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഒരു ചുരുങ്ങിയത് വേൾഡ് മാപ്പിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-50 ഭൂകമ്പങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് വലുത് മാത്രമേ പത്രവാർത്തയായിട്ട് വരുന്നുള്ളൂ.
അപ്പോൾ എൻ്റെ കാലൊച്ചയുടെ മണിശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തം സ്വീകാര്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, ആശ്രയിച്ചവർ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇന്നും അവന് മണിയൊച്ചയുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അവൻ മടങ്ങി വരുന്നുണ്ട്. നമ്മൾ സ്വീകരിക്കും. ഈ പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നീ ഉണർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. നീ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവമാണ് കർത്താവെ. നിന്റെ സ്നേഹത്തിനും കരുതലുമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വരവിൻ്റെ മണിയൊച്ചകൾ കർത്താവെ ഞങ്ങൾ പ്രകൃതിയിൽ കാണുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജനത്തെ കർത്താവ് ഒരുക്കിയാട്ടെ. നീ ഒരുക്കുവാൻ തയ്യാറുള്ളവനാണ് കർത്താവ്. നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വീഴാതെ വണ്ണം ഞങ്ങൾ സൂക്ഷിച്ച് നിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തെ നിർത്തുവാൻ നീ ശക്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.